2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായി ഇരുന്നപ്പോഴും നായകനായി ഇസ്രായേലിനെ നടത്തിയത് നീ ആയിരുന്നു. നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യെഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും, യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യെഹൂദയ്ക്ക് 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിൽ കുടിക്കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല് നടപ്പായി. ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിത് ഉറപ്പിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സോർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിനൊരു അരമന പണിതു. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്ത് ഉന്നതമാക്കുകയും ചെയ്തെന്ന് ദാവീദ് അറിഞ്ഞു. ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരൂശലേമിൽ വെച്ച് അധികം വെപ്പാട്ടികളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിന് പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. യെരൂശലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരുകളാവിത്: ശമ്മൂവ, ശോബാബ്, നാദാൻ, ശലോമോൻ, ഇബ്ഹാർ, എലീഷുവ, നേഫഗ്, യാഫിയ, എലീശമ്മ, എല്യാദീവ്, എലീഫേലത്ത്. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. ഫെലിസ്ത്യർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽ പെരാസീമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചു പോയി. ദാവീദും അവൻ്റെ ആളുകളും അവയെ എടുത്തുകൊണ്ട് പോന്നു. ഫെലിസ്ത്യർ പിന്നെയും വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്തൂടി വളഞ്ഞു ചെന്ന് ബാഗാവൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേരിടുക. ബാഗാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നെന്ന് അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫെലിസ്ത്യരെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു.